നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിൽ ചില പേരുകൾ നിശബ്ദമായി എന്നാൽ ആഴത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ, ഒരു ചാരൻ, ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഈ പദവികൾക്കെല്ലാം അപ്പുറം ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തിയ ഒരു നിഴൽ നായകനാണ് അജിത് ഡോവൽ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു രാജ്യം പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ കഥ കൂടിയാണ്. സിക്കിം ലയനം മുതൽ സർജിക്കൽ സ്ട്രൈക്ക് വരെ അജിത് ഡോവൽ എന്ന യഥാർത്ഥ നായകന്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. 1975-ൽ സിക്കിം ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ അതിന് പിന്നിൽ ഒരു യുവ IPS ഓഫീസറുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് സിക്കിമിന്റെ ഭരണാധികാരിയെ വിവാഹം കഴിച്ച അമേരിക്കൻ സുന്ദരി ഹോപ്പ് കുക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് ഇന്ത്യ സംശയിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് അജിത് ഡോവൽ സിക്കിമിൽ രഹസ്യ ദൗത്യവുമായി എത്തുന്നത്. സാധാരണ വേഷത്തിൽ ഒരു നിശബ്ദനായ ചാരനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. ഡോവൽ സൈനിക ശക്തി ഉപയോഗിക്കാതെ സാധാരണക്കാരുമായി ബന്ധം സ്ഥാപിച്ചു. സിക്കിം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുക എന്ന ആവശ്യം ജനകീയമാക്കി. ഡോവലിന്റെ ഈ തന്ത്രങ്ങൾ ഫലം കണ്ടു. 1975-ലെ റഫറണ്ടത്തിൽ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തു. അങ്ങനെ സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി മാറി. രഹസ്യ ദൗത്യങ്ങളുടെ തമ്പുരാൻ സിക്കിം ലയനം ഒരു തുടക്കം മാത്രമായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ ഡോവൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചു. പഞ്ചാബിൽ തീവ്രവാദം കത്തിപ്പടർന്നപ്പോൾ അദ്ദേഹം ഒരു റിക്ഷാക്കാരനായി വേഷം മാറി സുവർണ ക്ഷേത്രത്തിൽ കടന്ന് ഭീകരരുമായി ചർച്ച നടത്തി. ആരും അറിയാതെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ വിജയകരമായി പൂർത്തീകരിക്കാൻ ഈ നീക്കം സഹായിച്ചു. മിസോറാമിലെ വിഘടനവാദി ഗ്രൂപ്പുകളെ ഇന്ത്യയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും ഡോവൽ നിർണായക പങ്കുവഹിച്ചു. 6 വർഷത്തോളം അദ്ദേഹം മിസോറാം വനങ്ങളിൽ താമസിച്ചു. കശ്മീരിൽ ഭീകരർക്കിടയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി 6 വർഷം ജീവിച്ച് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ കശ്മീരിലെ തീവ്രവാദ സ്വാധീനം കുറയ്ക്കുന്നതിൽ അദ്ദേഹം വലിയ സംഭാവന നൽകി. 1999-ൽ ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് IC814 റാഞ്ചി എടുത്ത സംഭവം രാജ്യത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. താലിബാൻ ഭീകരർ റാഞ്ചി എടുത്ത വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി. ബന്ദികളെ രക്ഷിക്കാൻ ഭീകരരുമായി ചർച്ച നടത്താൻ ഇന്ത്യ അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തി. ഭീകരരുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തന്ത്രപരമായി സംസാരിച്ച് ഡോവൽ യാത്രക്കാരെ മോചിപ്പിച്ചു. ഇതൊരു നയതന്ത്ര വിജയമായിരുന്നില്ല, മറിച്ച് ഒരു ചാരന്റെ മനക്കരുത്തിന്റെയും ധീരതയുടെയും വിജയമായിരുന്നു. 2014-ൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായതോടെ ഡോവൽ ഇന്ത്യയുടെ സുരക്ഷാ നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ഭീകരർക്കെതിരെ കാത്തിരുന്ന് പ്രതികരിക്കുന്നതിന് പകരം അവരെ അവരുടെ താവളങ്ങളിൽ ചെന്ന് ആക്രമിക്കുക എന്ന നയം അദ്ദേഹം നടപ്പിലാക്കി. 2016-ലെ സർജിക്കൽ സ്ട്രൈക്ക്, 19-ലെ ബാലക്കോട്ട് വ്യോമാക്രമണം എന്നിവയെല്ലാം ഡോവലിന്റെ ഈ തന്ത്രങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഈ ആക്രമണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അതുപോലെ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ സമാധാനം നിലനിർത്തുന്നതിൽ ഡോവലിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഒരു സാധാരണക്കാരനായി, ഒരു ചാരനായി, ഒരു നയതന്ത്രജ്ഞനായി, ഒരു ഉപദേഷ്ടാവായി അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. നമ്മുടെ രാജ്യം എന്ന് സുരക്ഷിതമാണെങ്കിൽ അതിനു പിന്നിൽ അജിത് ഡോവലിനെ പോലെയുള്ളവരുടെ നിശബ്ദമായ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്.